സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാകും ബജറ്റിലുണ്ടാകുക. ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേന്ദ്ര വിഹിതത്തിലെ കുറവ് മറികടക്കാൻ ബദൽ മാർഗങ്ങളാകും ബജറ്റിൽ പ്രധാനമായും ഇടം പിടിക്കുക. വരുമാന വർധനവിനായി അധിക വിഭവ സമാഹരണത്തിനാണ് നീക്കം. കേരളത്തിന് നികുതി വർദ്ധിപ്പിക്കാവുന്ന മേഖലകൾ പരിമിതമായതിനാൽ ഇതിനായി മറ്റ് മേഖലകളിലേക്ക് ബജറ്റ് നീങ്ങുമെന്നുറപ്പ്. ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാനിടയില്ല. നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടരും. വിഭവ സമാഹരണത്തിലുള്ള മാന്ത്രികവടി ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മാന്ത്രികവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മൊത്തം നാടിൻ്റെ ഇൻകം വർദ്ധിച്ചാൽ അതനുസരിച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ഇൻകം വർദ്ധിക്കും. അതിന് പറ്റുന്ന ചില മാന്ത്രികവടികളുണ്ടാവും. ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലേ പറ്റൂ. എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതങ്ങനെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഹരിതവാഹന നയം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. നികുതി കുടിശ്ശിക വരുത്തിയവരിൽ നിന്ന് ഇത് ഈടാക്കാൻ പുതിയ പദ്ധതികളുണ്ടാകും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA, റബ്ബർ കർഷകർക്ക് സഹായമായ പദ്ധതികൾ എന്നിവ ബജറ്റിൽ ഇടം നേടുമെന്നാണ് സൂചന. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെയും കെട്ടിട നിർമ്മാണ മേഖലയിലെയും മാന്ദ്യം നേരിടാനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. ഇതിനായി പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ചെലവ് ചുരുക്കലിനായി കർശന നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. ഇതിനൊപ്പം സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനവും ബജറ്റിലുണ്ടാകും. 24 തിരുവനന്തപുരം.